നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ ഈ മാസം ആദ്യമായി ഉയർന്ന വിപണിയിൽ 80 രൂപയുടെ നേരിയ വർധനവാണ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാസത്തെ ഏറ്റവും വലിയ റെക്കോർഡ് ഇടിവ് വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 3160 രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് കുറഞ്ഞത്. സമീപകാലത്തെ സ്വർണ്ണ വിപണിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് സംസ്ഥാനത്ത് വ്യാപാരം നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഈ മാസം ആദ്യം മുതൽ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകിയാണ് സ്വർണ്ണ വിപണി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ആകെ 5000 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. വില കുത്തനെ ഇടിഞ്ഞതോടെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് 1 പവൻ സ്വർണത്തിന് വില 1,09,160 രൂപയായി കുറഞ്ഞു. ഗ്രാമിന് 395 രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,645 രൂപയെന്ന നിരക്കിലാണ് വിപണിയിൽ ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന നിരക്കിലേക്ക് നീങ്ങിയ വിലയിലാണ് ഇന്ന് വലിയ തിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,400 മുകളിൽ ശക്തമായി തുടരുന്നത് പ്രാദേശിക വിപണിയെയും സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സുരക്ഷാ നിയന്ത്രണങ്ങളും ബന്ധപ്പെട്ട ആശങ്കകളുമാണ് നിലവിൽ ആഗോള വിപണിയിലെ നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനു പുറമെ പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളും ആഗോള വിപണിയിലെ വില സൂചികകളെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ ഈ അസ്ഥിരത കണക്കിലെടുത്ത് നിക്ഷേപകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. വലിയ തുക ഒന്നിച്ച് നിക്ഷേപിക്കുന്നതിന് പകരം ചെറിയ അളവിൽ സ്വർണം വാങ്ങുന്നത് ഇത്തരം വിപണിയിലെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിപണി വിദഗ്ധർ പറയുന്നു. സ്വർണം വാങ്ങുമ്പോൾ ആഭരണങ്ങളിൽ BIS ഹോൾമാർക്കിങ്ങും 6 അക്ക HUID നമ്പറും ബില്ലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉപഭോക്താക്കൾ പൂർണ്ണമായും ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ആഗോള വിപണിയിലും ഇന്ത്യയിലും സംസ്ഥാനത്തും വിലയിടിഞ്ഞ സ്വർണത്തിന്റെ കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഈ മാസം ആദ്യം മുതൽ സ്വർണം ഇടിവിന്റെ പാതയിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് പവന് 3160 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് കുറഞ്ഞതും അതുപോലെ. ഇന്നത്തെ സ്വർണ്ണ വില നിരക്കുകൾ വില കുറയാനുള്ള പ്രധാന കാരണങ്ങളുമെല്ലാം ഓൾ ഷെയർ ബോർഡ് റേറ്റഡ് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രകാരമുള്ള വിവരങ്ങൾ അമേരിക്കയിലെ തൊഴിൽ മേഖല പ്രതീക്ഷിച്ചതിലും മികച്ച വളർച്ച കൈവരിച്ചെന്ന റിപ്പോർട്ടാണ് ആഗോള സ്വർണ്ണ വിലയിൽ വിള്ളൽ വീഴ്ത്തിയത്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കണമെന്ന സൂചന നൽകുന്നു. ഇതോടെ ഡോളർ ശക്തമായതോടെ നിക്ഷേപകർ പലിശ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളിലേക്ക് തിരിഞ്ഞു. സമ്പദ് വ്യവസ്ഥ ശക്തമാക്കുന്നതോടെ US ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ ഉടനെ ഒന്നും തന്നെ കുറയ്ക്കില്ലെന്ന സൂചനയാണ് വിദഗ്ധർ നൽകുന്നത്. ഇത് ബോണ്ടുകളെ കൂടുതൽ ആകർഷകമാക്കി. യുദ്ധം വീണ്ടും കനത്തതോടെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനയും പണപ്പെരുപ്പ ഭീഷണികളും നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു.